ഹായ് ചെല്ലക്കിളീസ്. ഇന്നെന്താ വിശേഷം എന്ന് ചോദിച്ചാൽ കലോത്സവമാണ് ചെല്ലക്കിളീസ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം, സബ് ജില്ലാ കലോത്സവം ഞങ്ങളുടെ സ്കൂളിലാണ് കേട്ടോ നടക്കുന്നത്. അതിൻ്റെ ആഘോഷത്തിലാണ്. അന്നത്തെ ദിവസം കണ്ടോ ഫുള്ള് തിരക്കാണ്. ഒരുപാട് സ്കൂളുകളിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം ഒരു ഉത്സവം പോലെയായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ഫസ്റ്റായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അപ്പം ഇനി എന്താ പറയുക, ഇങ്ങോട്ട് വന്നാൽ ഇപ്പോൾ ഇതെന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ സംഭാരം ഉണ്ടാക്കലാണ് നമ്മുടെ കുട്ടികൾ തന്നെ. അത് എന്തിനാണെന്ന് വെച്ചാൽ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി സഹായം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ NSS യൂണിറ്റ് പുതിയൊരു എന്താ പറയുക, ഒരു സംരംഭം പോലെ ചെയ്തതാണ് കേട്ടോ. സംരംഭം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, തട്ടുകട. 4 ദിവസം അവർ NSS യൂണിറ്റിൻ്റെ വക തട്ടുകടയാണ്. അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സാമൂഹിക പ്രതിബദ്ധതയല്ലേ വളരുന്നത്. അപ്പോൾ ഇത്രയും എല്ലാവരിലും നല്ലൊരു മതിപ്പുളവാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ചെയ്തത്. അതിന് നേതൃത്വം നൽകിയത് ഞങ്ങളുടെ സ്കൂളിലെ NSSൻ്റെ പ്രോഗ്രാം ഓഫീസർ ജിഷ ടീച്ചറാണ്. ടീച്ചർ വളരെ നന്നായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. ഇനി നമുക്ക് കുറച്ച് പ്രോഗ്രാം കണ്ടാലോ. ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നാൽ അത് പരിഹാരം കാണണ്ടേ. ഇത് പിന്നെ ഇവിടെ കുട്ടികൾ പ്രാക്ടീസാണ് കേട്ടോ. എല്ലായിടത്തും പ്രാക്ടീസാണ്. എവിടെ നോക്കിയാലും കുട്ടികളെ കൊണ്ട് ടീച്ചേഴ്സ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. കൊച്ചു മക്കളുടെയൊക്കെ പാട്ട് കേൾക്കാൻ എന്ത് രസമാണെന്നറിയാം. ഇത് പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പ് ഡാൻസാണ് കേട്ടോ. ഇതിനാണ് ഫസ്റ്റ് കിട്ടിയത്. കുട്ടികൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സ് കിട്ടിയ സമയത്തിൻ്റെ ഇത്തിരി ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറേ നേരം ആയില്ലേ, അതുകൊണ്ട്. ഇതിപ്പോൾ നാടൻ പാട്ട് മത്സരം നടക്കുകയാണ് കേട്ടോ. എന്തൊരു എനർജിയാണെന്നറിയോ കുട്ടികൾക്ക്. പാടുന്ന കേട്ടോ നമ്മൾ അങ്ങനെ അങ്ങ് നിന്ന് പോകും കേട്ടോ. അവർ പാടുന്ന കേൾക്കുമ്പോൾ സ്കൂളിൽ ഭയങ്കര കോമ്പറ്റീഷനാണെങ്കിലും വേറെ സ്കൂളിലെ കുട്ടികളാണെങ്കിലും അവർ പാടുന്ന കേട്ടോണ്ട് കുട്ടികളുണ്ടെന്ന് താളം പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു അസൂയോ കുശുമ്പോ ഒന്നും അവർക്കിടയ്ക്കില്ല കേട്ടോ. സാഹിത്യത്തിൽ ആവാഹിച്ച് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കൂട്ടുകളിൽ ചാലിച്ച് ഒരു ജനത സന്താന ഗോപാലത്തിലെ ഏതാനും ചില വരികൾ തിരുവാറന്മള ശൈലി ഭക്തിയാദപൂർവ്വം സമർപ്പിക്കുന്നു. విడువను పాపము పుణ్యము విడువను నా దుఃఖములు విడువను నీ ఆశలు నిన్ను
പോയി കിടക്കണ് നജീമേ മോനെ നജീമേ ഇവിടെ പോയി കിടക്കണ് നജീമേ. പ്രോഗ്രാംസ് ഒക്കെ കണ്ടില്ലേ? ഇനി ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. തിരക്കായതുകൊണ്ട് അതൊന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ദിവസത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ സ്കൂളിലെ ഞങ്ങളുടെ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒരേ ഒരു സാറേ ഉള്ളൂ. അപ്പോൾ സാറിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കട്ടച്ചൽക്കുഴി ചിക്കൻ പരട്ടും പൊറോട്ടയും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പ്രശസ്തമാണ് കേട്ടോ അവിടുത്തെ ചിക്കൻ. ഒരുപാട് ഫിലിം ആക്ടേഴ്സൊക്കെ വന്ന് അവരുടെ റിവ്യൂ ഒക്കെ നമ്മൾ കാണാറുള്ളതല്ലേ. അപ്പം വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ. അപ്പം എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇനി കാണാൻ പോകുന്നത് അവിടെ വിജയികൾക്ക് കൊടുക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രോഫികളാണ് കേട്ടോ. കേട്ടോ, ട്രോഫികളുടെ ഒരു വൻ നിര തന്നെയാണ്. ട്രോഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പം നല്ല ഭംഗി. ഇതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെന്താ, ഇനി അവിടുത്തെ ഫുഡ് 4 ദിവസവും നമ്മൾ അവിടെ തന്നെയാണ് ഫുഡ് കഴിച്ചത്. എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ നല്ല ഫുഡ് കേട്ടോ. ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് വെച്ചാൽ ഇത്രയും പേർക്ക് ഉണ്ടാക്കേണ്ടതല്ലേ. എന്നാലും അത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പായസം വരെ ഉണ്ടായിരുന്നു മിക്ക ദിവസങ്ങളിലും കേട്ടോ. കണ്ടോ, എന്താ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി, അവിയൽ, ഇഞ്ചിക്കറി, പിന്നെന്താ അതേപോലെ പായസം, കടല പായസമായിരുന്നേ. ഇതെല്ലാം കൂടെ കൂട്ടി ഇതായിരുന്നു ഉച്ചയ്ക്കത്തെ ഫുഡ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ചെക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് കേട്ടോ. ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ കുറച്ച് നമ്മുടെ സന്തോഷമല്ലേ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസൊക്കെ ചെയ്യും കേട്ടോ. എല്ലാ ടൈമും സ്കൂളിലെ കുട്ടികളെല്ലാം പോയി. ഇപ്പോൾ കലോത്സവം ആയതുകൊണ്ട് 4 ദിവസം സ്കൂളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രോഗ്രാംസൊക്കെ കഴിയുമ്പം ഞങ്ങൾക്ക് കുറച്ച് ടൈം അവിടെ കിട്ടും. അപ്പം നമ്മൾ പോയി ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ കലോത്സവം വ്ലോഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മാക്സിമം ട്രൈ ചെയ്തിട്ട് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ